ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ സ്ത്രീ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അത് കഴിഞ്ഞ 4 മാസങ്ങൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും ദൈവകൃപയും അവയെ നമ്മോട് കൂടെയിരുന്നു. ദൈവം തൻ്റെ ദയയാൽ നമ്മെ താങ്ങി, നമ്മെ വഴി നടത്തി, അമ്മയെ നമ്മളിഞ്ഞു പോകാതെ വേണ്ട കർത്താവ് നമ്മെ സൂക്ഷിച്ചു. അമ്മ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ ദൈവം നമ്മെ കാത്തു. അമ്മ ഈ 5 മാസം പുതിയൊരു ദിനം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അത് ഈ മാസം വാഗ്ദത്ത വചനമായി ദൈവം അമ്മയെ സ്തോത്രം വെളിപ്പെടുത്തിയ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാം വചനം. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം. Luke chapter 24 verse 44. He said to them, this is what I told you while I was still with you. Everything must be fulfilled that it is written about me in the law of Moses, the prophets and the Psalms. Amen. Jesus. ഈ വചനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനാദി നിർണയങ്ങൾ, ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ കർത്താവ്, അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞ ദൈവം, നമ്മെ സൃഷ്ടിച്ച ദൈവം, നാം പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ നമ്മെ കണ്ട ദൈവം, നമ്മെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന കർത്താവ്. സ്തോത്രം. നമ്മെ ഓരോ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിന് നമ്മോടുള്ള ദൈവിക ആലോചനകളും വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പലപ്പോഴും ആ ദൈവം മുൻപാകെ നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നു. അതുകൊണ്ടാണ് നാം ഇന്നും നിലനിൽക്കുന്നതല്ലേ. ഇവിടെ യേശുവിൻ്റെ ജീവിതത്തിൽ അത് നിവർത്തിയായെങ്കിൽ, ആ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച, യേശുവിൽ വിശ്വസിച്ച, യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് വിശുദ്ധിയോട് വേർപാടോടും ജീവിക്കുന്ന ദൈവപൈതലെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എല്ലാം യഥാർത്ഥമായി ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനായി തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതികളുണ്ട്. ദൈവിക ആലോചനകൾ മാത്രമാണ് അവിടെ നിവൃത്തിയാകുന്നത്. നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമോ? യേശു ഈ ഭൂമിയിൽ പിതാവായ ദൈവം തന്നെ അയച്ചപ്പോൾ തൻ്റെ അവസാന നിമിഷം വരെ താൻ ചെയ്തത്, പിതാവിൽ നിന്ന് ആലോചന പ്രാപിച്ച് താൻ സംസാരിച്ചത്, താൻ പ്രവർത്തിച്ചതൊക്കെ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെക്കുറിച്ചുള്ള സകല വാഗ്ദത്തങ്ങളും, അതായത് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും, നമുക്കറിയാം ന്യായപ്രമാണ പുസ്തകങ്ങളിലും മാത്രമല്ല, പ്രവാചക പുസ്തകങ്ങളിൽ മാത്രമല്ല, സങ്കീർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്, മോശെ പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിവർത്തിയായി. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നാം നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 45-ാം വചനം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. Joshua chapter 21 verse 45. Not one of all the Lord's good promises to Israel failed. Everyone was fulfilled. ഒന്നുപോലും ഫെയിലായില്ല, വൃഥാവായില്ല, നിഷ്ഫലമായില്ല. എല്ലാം സഫലമായി, എല്ലാം നിവർത്തിയായി. എന്നാൽ ഇസ്രായേൽ മക്കൾ ഏതൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നുവെന്ന് നമുക്കറിയാം. അടിമവിടായ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവാൻ തന്നെ ഒത്തിരി ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ് ചെങ്കടൽ, മാറ, സ്തോത്രം, മരുഭൂമി, വെള്ളമില്ലാത്ത അവസ്ഥ, ആഹാരമില്ലാത്ത അവസ്ഥ,
എന്നാലും അവിടെയൊക്കെ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയത്. അവിടെ കാൽ വീങ്ങിയില്ല, അവർക്ക് യാതൊരു ബലഹീനതയുണ്ടായില്ല. ദൂതന്മാരുടെ ഭോജനം കൊടുത്ത് കർത്താവ് അവരെ ശക്തിപ്പെടുത്തി. അതുപോലെ എത്ര രാജാക്കന്മാരുടെ യുദ്ധങ്ങളെയാണ് അവർ ജയിച്ചത്. എരിഹോ പിടിച്ചടക്കി, ഹായി പട്ടണം പിടിച്ചടക്കി. യോർദാൻ കടന്നു. സ്തോത്രം. ഇതൊക്കെ കഴിഞ്ഞ് അവർ ജോഷുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ടും ഇസ്രായേൽ ഗൃഹത്തോട് ദൈവമാരുടെ ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും നിഷ്ഫലമായില്ല. നിവർത്തിയാകാതെ വൃഥാമായി പോയില്ല, സകലവും നിവർത്തിയായി. എന്നാൽ സ്തോത്രം, ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാത്ത, ദൈവത്തെ വഴിയിൽ വെച്ച് തന്നെ അവിശ്വസിച്ച, സംശയിച്ച, ചോദ്യങ്ങൾ ചോദിച്ച പലരും മരുഭൂമിയിൽ പട്ടുപോയി. അവർക്ക് ആ വാഗ്ദത്ത നിവർത്തീകരണം കാണുവാൻ, അനുഭവിക്കുവാൻ കഴിയില്ല. ആയതിനാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കും. എന്നാൽ നാം നമ്മെ തന്നെ ശോധന ചെയ്ത് ഹല്ലേലൂയ, നാം ആഴമായ ദൈവത്തിൽ തന്നെ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, വാഗ്ദത്തം ചെയ്ത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ഏത് സാഹചര്യത്തിലും ആ ദൈവത്തെ സ്നേഹിച്ച്, സേവിച്ച്, ധ്യാനിച്ച്, മാനിച്ച് മുന്നോട്ട് നീങ്ങുക. ആദിമഭക്തന്മാർ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഇന്നും അവരുടെ തലമുറകളോടുള്ള വാഗ്ദത്തങ്ങളെ കർത്താവ് നിവർത്തിച്ചു. ദൈവം അവരെ മാനിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു എന്തുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്? അവർക്കത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. യേശുവോടുകൂടെ 3.5 വർഷം സഞ്ചരിച്ച സ്തോത്രം, ഹല്ലേലൂയ, ശിഷ്യന്മാരോട് യേശു ഇത് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയാത്തതുകൊണ്ട് സ്തോത്രം, യേശു ഇങ്ങനെ പാടുകൾ, കഷ്ടങ്ങൾ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, അത് വേണ്ട കർത്താവേ. യേശുവിനെ ശാസിച്ചു. നീ മനുഷ്യരുടേതല്ല ദൈവത്തിൻ്റെതാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ് ശാസിച്ചു. അവിടെ തുടങ്ങി ശിഷ്യന്മാർ അവിശ്വസിക്കുവാനും സംശയിക്കുവാനും തുടങ്ങി, ദുഃഖിക്കുവാൻ തുടങ്ങി. യേശു സ്തോത്രം പ്രാർത്ഥിക്കുവാൻ കയറി മുഴങ്കാലിൽ ഇരുന്നുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം പോലെ ആകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാരോടും പ്രാർത്ഥിക്കുവാൻ പറയുന്നു. പക്ഷെ അവർ ദുഃഖം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ അവർക്ക് ദുഃഖം വന്ന് തുടങ്ങി. തങ്ങളുടെ ഗുരു ഇനി ഇല്ലല്ലോ. സ്തോത്രം. അതുപോലെ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് യേശു ഉയർത്തെഴുന്നേറ്റ സാഹചര്യത്തിൽ പോലും അവർക്ക് വീടുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സ്തോത്രം. യേശുവിற்கு പ്രത്യക്ഷമായിട്ട് പോലും തോമസിനെ പോലെ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഈ അധ്യായത്തിൽ തന്നെ 36-ാം വചനം മുതൽ വായിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്നപ്പോൾ അവർ പറയുന്നത് എന്തോ ഭൂതമാണ് എന്ന് പറയുന്നു. സ്തോത്രം. അവർ സംശയിക്കുന്നു. അതുകൊണ്ട് യേശു ചോദിക്കുന്നു, നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതെന്ത്? പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങി പോകുമ്പോൾ, നമ്മുടെ ഉള്ളത്തിൽ സംശയം പൊങ്ങുമ്പോഴാണ് ദൈവത്തിലുള്ള വിശ്വാസവും സ്നേഹവും സ്തോത്രം, പ്രത്യാശയും ആശ്രയവും ഒക്കെ കുറഞ്ഞു പോകുന്നതും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാതെ ഇപ്പോൾ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നാം ദൈവമുൻപാകെ അന്യരായി പോകുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഏത് സാഹചര്യത്തിലും ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കുക. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് യേശു 45-ാം വചനത്തിൽ വായിക്കുന്നു, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്ന ശേഷം സംഭവിച്ചതോ, യേശു അവരെ അനുഗ്രഹിച്ച ശേഷം അവർ അവനെ നമസ്കരിച്ചു. 52-ാം വചനത്തിൽ വായിക്കുന്നു, മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് അവർ മടങ്ങിച്ചെന്നു. അപ്പോഴും യേശു എന്ത് ചെയ്തു? അവരെ അനുഗ്രഹിച്ചിട്ട് അവരെ വിട്ടുപിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. എന്നാൽ കഴിഞ്ഞ നാളുകളെ പോലുള്ള ദുഃഖം അവർക്കുണ്ടായില്ല. അവർ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്നു, ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവർ മാളികമുറിയിലേക്ക് കാത്തിരുന്നു, ദൈവശക്തി പ്രാപിച്ചു. അടുത്ത ശിഷ്യന്മാരുടെ അവസ്ഥയൊക്കെ മാറി, ജീവന്റെ സാക്ഷികളായി മാറി. അതേ പ്രിയമുള്ളവർ, തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കും. നാളെ ദൈവകരണി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഇസ്രായേൽ മക്കളോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവൃത്തിയായിരിക്കും. നമ്മോട് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിവൃത്തിയാകും. ഈ നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ദൈവജനങ്ങൾക്ക് മാറ്റമില്ല. വചനം പ്രമാണിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്ത് ഭൂമിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെയും സഹായിക്കുമാറാകട്ടെ. വാഗ്ദത്തം ചെയ്ത കർത്താവ് വിശ്വസ്തനായി കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും നിങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അങ്ങനെ ആഴമായി വിശ്വസിക്കുന്നു കർത്താവേ. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു, സംശയിച്ചില്ല, മടുത്തുപോയില്ല, ക്ഷീണിച്ചു പോയില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. നാളുകൾ അതുപോലെ തന്നെ സ്തോത്രം. എത്ര പ്രതിസന്ധികൾ വന്നാലും, എത്ര വൈകിയാലും ദർശനത്തിലെ നിർദ്ദേശിച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. വൈകിയാലത്തിലേക്ക് കാത്തിരിക്കും, അത് വരുന്നിച്ച് താമസിക്കും.
ദൈവപ്രവൃത്തികളുടെ ജീവിതത്തിൽ ഇതുവരെ വെളിപ്പെട്ടതുപോലെ ഇനിയും വേഗത്തിൽ വെളിപ്പെടുന്നതുകൊണ്ടിരിക്കാൻ സ്തോത്രം. ഈ സ്ഥലത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാടുകളിൽ കൃതവാദിത്വങ്ങളെ പറഞ്ഞ ദൈവത്തിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങനെ ആശ്രയിക്കുന്നു, ഞങ്ങളുടെ ഹിതം ജീവാദങ്ങളെ സമർപ്പിക്കുന്നു. അതിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണം. കലക്കങ്ങൾ സംശയങ്ങളൊക്കെ മാറി കർത്താവേ സ്തോത്രം സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചും സേവിച്ചും കർത്താവിൻ്റെ വഴി പിന്തുടരുവാൻ ദൈവം സഹായിക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Have a blessed